പാലക്കാട് ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടി. ബി.ജെ.പി ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞു. എ ക്ലാസ് മണ്ഡലമായി ബി.ജെ.പി വിലയിരുത്തിയ മണ്ഡലത്തിൽ 10,000-ലധികം വോട്ടുകളാണ് നഷ്ടമായത്. 65-ാം നമ്പർ ബൂത്തിൽ കഴിഞ്ഞ വർഷം 931 വോട്ട് ലഭിച്ചിടത്ത് 764 വോട്ട് മാത്രമാണ് കിട്ടിയത്. ന്യൂനപക്ഷ കേന്ദ്രീകൃതമായ ബൂത്തുകളിൽ യു.ഡി.എഫിന് വോട്ട് വർദ്ധിച്ചു. വെണ്ണക്കര, പുതുപ്പള്ളിത്തെരുവ ബൂത്തുകളിലാണ് വോട്ട് വർദ്ധിച്ചത്. മുഹമ്മദ് അസ്ലം പാലക്കാട് നിന്ന് വിവരങ്ങൾ പങ്കുവെക്കാൻ ചേരുന്നുണ്ട്. അസ്ലം, പാലക്കാട് പെട്ടി തുറന്നപ്പോൾ ഏറ്റവും കൂടുതൽ അവസാനം ഞെട്ടിയത് ബി.ജെ.പിയാണ്. RSS ശക്തി കേന്ദ്രങ്ങളിലടക്കം വോട്ട് കുറഞ്ഞു. തീർച്ചയായും ഒരു പൊട്ടിത്തെറിയിലേക്ക് പാർട്ടി പോകാനുള്ള സാധ്യതയുണ്ട്. മറ്റു മുന്നണികളും കണക്കുകൂട്ടലുകൾ പിഴച്ചിട്ടുണ്ടോ, എവിടെയൊക്കെ പിഴച്ചു, എന്തൊക്കെ സംഭവിച്ചു എന്ന വിലയിരുത്തലിലൊക്കെ ആയിരിക്കും. സമഗ്രമായി എങ്ങനെയാണ് പാലക്കാട്? സ്നേഹ, ബി.ജെ.പി സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്നെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഏറ്റവും അവസാനം സന്ദീപ് വാര്യർ പോകുന്നതിൽ എത്തി നിന്ന പ്രശ്നങ്ങൾ, നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതേസമയം അതൊക്കെ പരിഹരിക്കുന്നതിൽ RSSന്റെ ഇടപെടൽ സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും ഒക്കെ ഉണ്ടാവുകയും താഴെത്തട്ടിൽ RSSന്റെ ശക്തി കേന്ദ്രങ്ങളിലെ വോട്ട് ചോർച്ച തടയാൻ ആവശ്യമായ നടപടികൾ RSS എടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതൊന്നും ഫലം കണ്ടില്ല എന്നതാണ് മൂത്താന്തറ, വടക്കുംതറ തുടങ്ങിയ RSSന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ബി.ജെ.പിക്ക് വോട്ട് ചോർച്ച, അവിടുത്തെ ബൂത്തുകളുടെ കണക്ക് പരിശോധിക്കുമ്പോണ്ടായ വോട്ട് ചോർച്ച മനസ്സിലാവുന്നത്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം നമുക്ക് പറഞ്ഞു പോകാം. വടക്കുംതറ എന്ന് പറയുന്ന RSSന്റെ ഒരു ശക്തി കേന്ദ്രത്തിൽ 63-ാം നമ്പർ ബൂത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 754 വോട്ടാണ് ലഭിച്ചത്. ഇത്തവണ ലഭിച്ച 566 വോട്ട് മാത്രമാണ്. അതായത് 188 വോട്ടിന്റെ കുറവുണ്ടായി. വടക്കുംതറയിൽ തന്നെ 65-ാം നമ്പർ ബൂത്തിൽ 167 വോട്ടിന്റെ കുറവാണ് ഒരു ബൂത്തിൽ മാത്രം ഉണ്ടായത്. മൂത്താന്തറയിലെ 56-ാം ബൂത്തിൽ 84 വോട്ടിന്റെയും 57-ാം ബൂത്തിൽ 70 വോട്ടിന്റെയും 56-ാം ബൂത്തിൽ 45 വോട്ടിന്റെയും കുറവുണ്ടായി. ഈ സീതനുണ്ടായപ്പോൾ ലഭിച്ച അധിക വോട്ടുകളാണെന്ന് മാത്രം ഇതിന് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഈ ബൂത്തുകളൊക്കെ തന്നെയും ഏത് തെരഞ്ഞെടുപ്പാണെങ്കിലും, പാർലമെന്റ് ആണെങ്കിലും, നഗരസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും, നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലൊക്കെ തന്നെയും RSSന് വോട്ട് കുറയാത്ത, അല്ലെങ്കിൽ ഓരോ തവണ വോട്ട് വർദ്ധിക്കുന്ന ബൂത്തുകളാണ്. അവിടെയുണ്ടായ വോട്ട് ചർച്ച സ്വാഭാവികമായും RSS കേന്ദ്രങ്ങളെയും അമ്പരപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്യും. വേറൊരു കാര്യമെന്ന് പറയുന്നത് അവിടുത്തെ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ വാർഡുകളിലും കാര്യമായി തന്നെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് UDF ഈ സ്ഥലങ്ങളിൽ ബി.ജെ.പി കുറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ തന്നെയും UDF ആണ് നേട്ടമുണ്ടാക്കി എന്നുള്ളതാണ് വസ്തുത. ഇത്രയും വോട്ട് കുറഞ്ഞിട്ടും അതിന്റെ നേട്ടം ഉണ്ടാക്കാൻ LDFന് കഴിഞ്ഞില്ല എന്നതുകൂടി നമ്മൾ കാണേണ്ടതാണ്. മറ്റൊരു കാര്യം, ന്യൂനപക്ഷ മേഖലകളിൽ വോട്ട് UDFന് വലിയ തോതിൽ വർദ്ധിച്ചു എന്നുള്ളതാണ്. രണ്ട് പ്രചാരണങ്ങൾ നടന്നിരുന്നു. കാരണം ബി.ജെ.പി മുസ്ലിം വിഭാഗങ്ങളുടെ കൂടി വോട്ടുകൾ ഇത്തവണ നേടുമെന്ന് ബി.ജെ.പി നേതാക്കൾ പറഞ്ഞിരുന്നു. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, മുസ്ലിം വോട്ടുകളെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രീതിയിൽ സുപ്രഭാതം, സിറാജ് ദിനപത്രങ്ങളിൽ ഏറ്റവും അവസാന ദിവസങ്ങൾ പരസ്യം വന്നിരുന്നു സന്ദീപ് വാര്യരുടെ മുൻ പ്രസ്താവനകൾ വെച്ചുകൊണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ വോട്ട് വിഭജനം ഉണ്ടാകുമെന്നായിരുന്നു കരുതിയിരുന്നത്. അതേസമയം വോട്ട് വിഭജനം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ന്യൂനപക്ഷ വിഭാഗങ്ങൾ കേന്ദ്രീകരിക്കുന്ന മണ്ഡലങ്ങളിൽ, ബൂത്തുകളിൽ UDFന് വലിയ തോതിൽ വോട്ട് വർദ്ധിക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. 102A ബൂത്ത് എന്ന് പറയുന്നത് പുതുപ്പള്ളി തെരുവിലാണ്, നെയ്ത്തിക്കാര സ്ട്രീറ്റ് എന്ന് പറയും, അവിടെയുള്ള ബൂത്തിലാണ്. അവിടെ കഴിഞ്ഞ തവണത്തേക്കാൾ 106 വോട്ടുകളാണ് വർദ്ധിച്ചത്. വെണ്ണക്കര ബൂത്ത് നമുക്കറിയാം, ഏറ്റവും അവസാനം രാഹുൽ മാങ്കൂട്ടത്തിൽ സന്ദർശിക്കാൻ വന്നപ്പോൾ വലിയ തർക്കങ്ങൾ ബി.ജെ.പി ഉന്നയിക്കുക ചെയ്ത, അല്ലെങ്കിൽ സംഘർഷത്തിലേക്ക് പോയ സ്ഥലമാണ് വെണ്ണക്കര 48-ാം നമ്പർ ബൂത്ത്. അവിടെ മാത്രം ആ ബൂത്തിൽ മാത്രം വർദ്ധിച്ചത് 146 വോട്ടുകളാണ്. അങ്ങനെ ന്യൂനപക്ഷ കേന്ദ്രങ്ങളിലെ വോട്ടുകൾ പൂർണ്ണമായി തന്നെ UDF ലഭിച്ചു. അവിടെ CPMന്റെ ആ ഒരു വോട്ട് വിഭജിക്കാനുള്ള തന്ത്രങ്ങളൊന്നും ഏശിയില്ല. ബി.ജെ.പിയുടെയും RSSന്റെയും ശക്തി കേന്ദ്രങ്ങൾ വരെ കുറഞ്ഞു. 10,000-ലധികം വോട്ടാണ് നഗരസഭയിൽ ബി.ജെ.പിക്ക് നഷ്ടപ്പെട്ടതായിരുന്നു ബി.ജെ.പിയുടെ നഷ്ടത്തിൽ ഏറ്റവും അടിസ്ഥാന കാരണമായത്. അങ്ങനെ വലിയ തോതിലുള്ള ചർച്ചകൾ ബി.ജെ.പിയിൽ ഇക്കാര്യത്തിൽ നടക്കും. ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനെതിരെ നിലവിലെ സ്ഥാനാർത്ഥിയും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ C. കൃഷ്ണകുമാറിനെതിരേക്ക് വലിയ തോതിലുള്ള വിമർശനം ആഭ്യന്തരപരമായി ഉയരുന്നുണ്ട്. സ്വാഭാവികമായും പലതരത്തിലുള്ള പ്രതികരണങ്ങളായും അല്ലെങ്കിൽ നടപടികളായും നീക്കങ്ങളായും അത് വരും ദിവസങ്ങളിലും ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ വലിയ നേട്ടം ഉണ്ടാക്കാത്ത കാര്യത്തിൽ CPMനകത്തും വലിയ തോതിൽ LDFനകത്തൊക്കെ അതൃപ്തി പുകയുകയും ചെയ്യും. ശരി അസ്ലം, തീർച്ചയായും വരും ദിവസങ്ങളിൽ തങ്ങളുടെ വോട്ട് എങ്ങോട്ട് ചോർന്നു എന്ന കാര്യം ബി.ജെ.പി പരിശോധിക്കും. LDFും അതോടൊപ്പം തന്നെ 3-ാം സ്ഥാനത്ത് നിന്ന് കരകയറാൻ സാധിക്കാത്തതിന്റെ കാരണം എന്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യുക. മുഹമ്മദ് അസ്ലമാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.